Hi children, how are you all? I hope all of you are doing well. ആകാശത്തിലൂടെ പറക്കുന്ന ആരാന്നറിയാമോ? ആകാശത്തിലൂടെ പറക്കുന്നത്? പക്ഷികളാണല്ലേ ആകാശത്തിലൂടെ പറക്കുന്നത്. പക്ഷിക്ക് ഹിന്ദി പറയുന്ന പേരെന്തുവാന്നറിയാമോ? ചിടിയ. ചിടിയ ചിടിയ ബേഡ്. ചിടിയ ബേഡ്. ചിടിയ ബേഡ് പക്ഷി. ചുൻ 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 ചിടിയ. ചുൻ ചുൻ എന്ന പേരായ പക്ഷി. നമ്മുടെ പാഠത്തിൻ്റെ പേര് ചുൻ ചുൻ ചിടിയ. ചുൻ ചുൻ ചിടിയ. ചുൻ 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 ചിടിയ. चुन चुन चिड़िया. चुन चुन चिड़िया. सब लोग अपने किताब में देखिए. जंगल में एक घना पेड़ था. उस पर एक चिड़िया घोंसला बनाकर रहती थी. उसका नाम चुन चुन था. उसकी दोस्ती चुन्नू गिलहरी से थी. दोनों खूब मज़े में थी. इसका अर्थ देखिए. जंगल में एक घना पेड़ था. जंगल में. जंगल क्या है? जंगल എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? ജംഗൽ ഫോറസ്റ്റ്. ജംഗൽ ഫോറസ്റ്റ്. ഫോറസ്റ്റ് വനം. ജംഗൽ ഫോറസ്റ്റ്. ജംഗൽ ജംഗൽ ഫോറസ്റ്റ് വനം. ജംഗൽ ഫോറസ്റ്റ് അതായത് വനം. ജംഗൽ മേം ഏക് ഘനാ പേഡ് ഥാ. വനത്തിലൊരു ഘന എന്ന് വെച്ചാൽ തിക്ക്, അതായത് ഘനാ പേഡ് ഥാ. അതായത് പേഡ് എന്താണ്? പേഡ് ട്രീ മരം, വൃക്ഷം. ഘനാ പേഡ് ഥാ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. വനത്തിൽ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. ഒരുപാട് ചില്ലകളും ഇലകളും ഒക്കെ നിറഞ്ഞ് ഒരു വലിയ വൃക്ഷം ഉണ്ടായിരുന്നു. എവിടാ? വനത്തിൽ, ഫോറസ്റ്റിൽ. उस पर एक चिड़िया घोंसला बनाकर रहती थी. उस पर അതിൽ. उस पर എന്ന് പറഞ്ഞാൽ അതിൽ. उस पर किस पर? उस पेड़ पर ആ മരത്തിൽ. उस पर एक चिड़िया ഒരു പക്ഷി घोंसला बनाकर. घोंसला क्या है? नेस्ट. घोंसला नेस्ट അതായത് കൂട്, കിളിക്കൂട്. घोंसला बनाकर നിർമ്മിച്ച് रहती थी താമസിച്ചിരുന്നു. ആ വനത്തിലെ ഒരു വലിയ വൃക്ഷത്തിൽ ഒരു പക്ഷി എന്താണ് പക്ഷി കൂടുണ്ടാക്കി താമസിച്ചിരുന്നു. ഉസ്കാ നാം അതിൻ്റെ നാം. നാം ക്യാ ഹെ? നെയിം. നെയിം പേര്. നെയിം നാം ചുൻ 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 ഥാ. അതിൻ്റെ പേര് ചുൻ ചുൻ എന്നായിരുന്നു. ആ പക്ഷിയുടെ പേരെന്തായിരുന്നു? ചുൻ ചുൻ. ചുൻ ചുൻ. എൻ്റെ കൂടെ പറഞ്ഞേ. ചുൻ ചുൻ. ചുൻ ചുൻ. ആ പക്ഷിയുടെ പേര് ചുൻ ചുൻ എന്നായിരുന്നു. ഉസ്കി ദോസ്തി ചുന്നു ഗിൽഹരി സെ ഥി. ഉസ്കി ദോസ്തി. അതിൻ്റെ ദോസ്തി. ദോസ്തി എന്താണ്? ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. ദോസ്തി ഫ്രണ്ട്ഷിപ്പ്. ദോസ്തി ഫ്രണ്ട്ഷിപ്പ്. ദോസ്തി. ദോസ്തി ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് മിത്രത, അതായത് സൗഹൃദം. ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ ആരുമായിട്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത്? ചുന്നു ഗിൽഹരീസ്. ചുന്നു എന്നു പേരായ ഗിൽഹരി. ഗിൽഹരി ക്യാ ഹെ? ഗിൽഹരി സ്ക്യൂറൽ, അണ്ണാൻ. അണ്ണാനാണ്. അതായത് ഈ ചുൻചുൻ എന്ന പക്ഷി ചുന്നു എന്ന അണ്ണാനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു, നല്ല കൂട്ടായിരുന്നു. ദോനും. ദോനും രണ്ടുപേരും. ദോനും ഖൂബ് മസേമേം ഥി. രണ്ടുപേരും ഖൂബ്. ഖൂബ് എന്ന് വെച്ചാൽ ധാരാളം, വളരെയധികം. മസേമേം ഥി. മസ എന്താണ്? ഭയങ്കര മസ നല്ല രസത്തിലായിരുന്നു, നല്ല സ്നേഹത്തിലായിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. അവർ പരസ്പരം നല്ല സന്തോഷത്തിലായിരുന്നു. എപ്പോഴും ഫ്രണ്ട്സ് എങ്ങനെ? എപ്പോഴും പരസ്പരം നല്ല സ്നേഹത്തിലായിരിക്കും അല്ലേ? അവരെപ്പോഴും നല്ല സ്നേഹത്തിലായിരിക്കും. ഖൂബ് മസേമേം ഥി. ഭയങ്കര സന്തോഷം. രണ്ടുപേരും, രണ്ട് ഫ്രണ്ട്സും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. നമ്മളും അങ്ങനെയാണ്. ഫ്രണ്ട്സ് എല്ലാവരും തമ്മിൽ പരസ്പരം നല്ല സ്നേഹമായിരിക്കും എപ്പോഴും. എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിൽ മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. ആരുമായിട്ടും വഴക്കുണ്ടാക്കിയൊന്നും ചെയ്യാൻ പാടില്ല. ഏക് ദിൻ. നോക്കിയേ, അത്രയും മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ അർത്ഥം പറയാം. ജംഗൽ മേം
एक घना पेड़ था, ആ വനത്തിൽ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. ഉസ് पर एक चिड़िया, ഉസ് पर ആ വൃക്ഷത്തിൽ ഉസ് पर एक चिड़िया, ചിടിയ ഒരു പക്ഷി, ചിടിയ ഘോസല ബനാക്കർ അതായത് നെസ്റ്റ് ഉണ്ടാക്കി, കൂടുണ്ടാക്കി, ബനാക്കർ രഹത്തി ഥി താമസിച്ചിരുന്നു. ഉസ്കാ നാം അതിൻ്റെ പേര് ചുൻചുൻ ഥ, ചുൻചുൻ എന്നായിരുന്നു ആ പക്ഷിയുടെ പേര്. ഉസ്കി ദോസ്തി ആ പക്ഷിയുടെ ദോസ്തി ഫ്രണ്ട്ഷിപ്പ്, മിത്രത. അതായത് ആ പക്ഷി ആരുമായിട്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ്? ചുന്നു ഗിൽഹരി സേഥി, ചുന്നു എന്നു പേരായ അണ്ണാനുമായിട്ട് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, നല്ല സ്നേഹത്തിലായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു അവർ രണ്ടുപേരും. ദോനോ ഖൂബ് മസേമേൻ ഥി, രണ്ടുപേരും പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. नेक्स्ट पैराग्राफ देखिए. एक दिन सूर्य तेजी से चमक रहा था. ഞാൻ വായിക്കുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് നോക്കണം കേട്ടോ. एक दिन सूर्य तेजी से चमक रहा था. चुन चुन चिड़िया चुन्नू गिलहरी से बोली, चलो आज हम कहीं घूमने चलते हैं. यह सुनकर चुन्नू गिलहरी बहुत खुश हुई. दोनों सहेलियां भ्रमण करने निकल गई. रास्ते में चुन्नू गिलहरी काफ़ी ट्रक पर चढ़ जाती तो काफ़ी ट्रम पर. उसे बहुत मज़ा आ रहा था. चुन चुन चिड़िया भी बाग में इधर उधर उठकर प्रसन्न हो रही थी. अचानक उसे किसी के कराहने की आवाज़ सुनाई दी. देखिए वंस अगेन. एक दिन सूर्य तेजी से चमक रहा था. एक दिन ഒരു ദിവസം, ദിൻ ഡേ ഒരു ദിവസം, ഏക് ദിൻ ഒരു ദിവസം, സൂര്യ നിങ്ങൾക്കറിയാം അർത്ഥം. സൂര്യൻ ആരാണ്? സൺ സൂര്യ തേസീസെ ചമക് രഹാ ഥാ. തേസീസെ ചമക്ന എന്ന് പറഞ്ഞാൽ എന്താണ്? തേസീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചമക് രഹാ ഥാ, ചമക്കിന തിളങ്ങുക. സൂര്യൻ നിങ്ങൾക്കറിയാം ഉച്ച സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര പ്രകാശമാണ് അല്ലേ? ഭയങ്കര തേസീസെ ചമക് രഹാ ഥാ, ഭയങ്കരമായിട്ട് തിളങ്ങുകയായിരുന്നു. ചുൻ ചുൻ ചിടിയ ചുന്നു ഗിൽഹരി സെ ബോലി. ഈ ചുൻചുൻ എന്ന പക്ഷി ചുന്നു എന്ന അണ്ണാനോട് സെ ബോലി പറഞ്ഞു, ചലോ ആജ് ഹം കഹിം ഘൂംനെ ചലത്തെ ഹേ. ചലോ നടക്ക. ആജ് ഹം ഇന്ന്, ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ, കഹിം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും, ഘൂംനെ ചലത്തെ ഹേ നമുക്കൊന്ന് കറങ്ങാൻ പോകാം. ചലത്തെ ഹേ എന്ന് വെച്ചാൽ നമുക്ക് പോകാം. ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം പറയാം. ചുൻചുൻ ചിടിയ ചുന്നു ഗിൽഹരി സെ ബോലി. ചുൻചുൻ എന്ന പക്ഷി ചുന്നു എന്ന അണ്ണാനോട് പറഞ്ഞു, ചലോ നടക്ക്. ആജ് ഹം ഇന്ന് നമ്മൾ, കഹിം എവിടെയെങ്കിലും, ഘൂംനെ ചലത്തെ ഹേ നമുക്കൊന്ന് കറങ്ങാൻ പോകാം. യഹ് സുൻകർ ഇത് കേട്ടിട്ട്, സുൻകർ ചുന്നു ഗിൽഹരി, ചുന്നു എന്ന ഗിൽഹരി അണ്ണാൻ എന്ത് ചെയ്തു? ബെഹുത് ഖുഷ് ഹുയി, വളരെയധികം ഖുഷ്. എന്താണ് ഖുഷ്? സന്തോഷം, ഭയങ്കരമായിട്ട് സന്തോഷമായി. അണ്ണാന് ഭയങ്കര സന്തോഷമായി. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ, നമുക്കും അങ്ങനെയാണ് അല്ലേ? പുറത്തൊക്കെ പോകാനും ചുറ്റിക്കറങ്ങാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ ഈ അണ്ണാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ പറഞ്ഞപ്പോൾ. ദോനോം സഹേലിയാം, രണ്ട് സഹേലി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നാണ് അർത്ഥം. ദോനോം സഹേലിയാം, രണ്ട് കൂട്ടുകാരികളും, സഹേലിയാം ഭ്രമൺ കർണേ നിക്കൽ ഗയി. ഭ്രമൺ കർണ എന്ന് പറഞ്ഞാൽ ഘൂംന ഫിർന, അതായത് ചുറ്റിക്കറങ്ങ, മൂവ് അറൗണ്ട്. ഘൂംന ഫിർന, മൂവ് അറൗണ്ട്. ഭ്രമൺ മൂവ് അറൗണ്ട്. മൂവ് അറൗണ്ട് അതായത് ചുറ്റിക്കറങ്ങുക, പുറത്തു പോയി ചുറ്റിക്കറങ്ങാൻ. എന്താണ്? ചുന്നു ഗിൽഹരി ബെഹുത് ഖുഷ് ഹുയി. ദോനോ സഹേലിയ ഭ്രമൺ കർണേ നിക്കൽ ഗയി. ദോനോം സഹേലിയം രണ്ട് കൂട്ടുകാരികളും, ഭ്രമൺ കർണേ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്, ഭ്രമൺ കർണേ മൂവ് അറൗണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്, ഭ്രമൺ കർണേ നിക്കൽ ഗയി എന്ന് വെച്ചാൽ പുറപ്പെട്ടു. രാസ്തേ മീം, രാസ്ത ക്യാ ഹേ? രാസ്ത വേ, വഴി. രാസ്തേ മീം വഴിയിൽ. മേം എന്ന് പറഞ്ഞാൽ ഒരു വരയും കുത്തുവാണെങ്കിൽ ഇൽ ഉള്ളിൽ നിന്നുള്ള അർത്ഥമാണ് രാസ്തേ മീം വഴിയിൽ. ചുന്നു ഗിൽഹരി, ചുന്നു എന്ന അണ്ണാൻ ഗിൽഹരി കാഫി ട്രക്ക് പർ ചढ़ जाती तो काफ़ी ट्रम पर. രാസ്തേ മീം വഴിയിൽ, ചുന്നു
ചുന്നു എന്ന അണ്ണാന് ഗിൽഹരി കഫി എന്ന് വെച്ചാൽ ചിലപ്പോൾ ട്രക്ക് പർ ചഡ് ജാതി, ചിലപ്പോൾ ട്രക്കിൻ്റെ പുറത്ത് ചാടിക്കയറും. ചഡ് ജാന എന്ന് പറഞ്ഞാൽ ചാടിക്കയറുക. ചഡ് ജാതി തോ കഫി ട്രം പർ, ചിലപ്പം ട്രമ്മിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന കാണാം, ചിലപ്പം കാണാം ട്രക്കിൻ്റെ പുറത്ത് ഇരിക്കുന്ന കാണാം. ഇങ്ങനെ ചാടി അണ്ണാൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് നടന്നു. उसे बहुत मज़ा आ रहा था. उसे बहुत मज़ा आ रहा था. കിസെ ആർക്കാണ് ഭയങ്കര സന്തോഷം വന്നത്? ആർക്കായിരുന്നു? അണ്ണാൻ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഉസെ ബഹുത് മസ ആ രഹാ ഥ, ഭയങ്കര മസയായിരുന്നു, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. चुन चुन चिड़िया भी बाग में इधर उधर उठकर प्रसन्न हो रही थी. चुन चुन चिड़िया भी, चुन चुन എന്ന പക്ഷിയും ബാഗ് മീം, ബാഗ് ക്യാ ഹെ? ബാഗ് തോട്ടം, തോട്ടത്തിൽ ബാഗ് മീം ഇധർ ഉധർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉട്കർ എന്ന് വെച്ചാൽ പറന്ന് പ്രസന്ന ഹോ രഹി ഥി ഇങ്ങനെ സന്തോഷവതിയായിട്ട് അവിടെ എവിടെ ഇങ്ങനെ പറന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് സന്തോഷിക്കുകയായിരുന്നു. അചാനക് എന്ന് വെച്ചാൽ എന്താണ്? അപ്രതീക്ഷിതമായിട്ട്. അചാനക് ഉസേ കിസി കെ കരാഹനെ കി ആവാസ് സുനായി ദി. അചാനക് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട്. അവർക്ക് ഉസേ കിസിക്ക് ആരുടെയോ, കിസിക്ക് കരാഹനേക്ക്, കരാഹന എന്താണ്? നിലവിളിക്കുക അല്ലേ, കരയുക. ആരോ നിലവിളിക്കുന്ന ഒരു ശബ്ദം, കരാഹനേക്ക്. ആവാസ് എന്ന് വെച്ചാൽ സൗണ്ട്, ശബ്ദം. ആവാസ് സുനായിദി, കേൾക്കാൻ സാധിച്ചു. ഇങ്ങനെ ഈ ചുൻചുൻ എന്ന പക്ഷി ഇങ്ങനെ പറന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് ഇങ്ങനെ നടന്നപ്പോൾ ഇവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ആരുടെയോ കരയുന്ന ഒരു ശബ്ദം കേട്ടു, ഒരു നിലവിളിക്കുന്ന ഒരു കരയുന്ന ശബ്ദം ഇങ്ങനെ കേട്ടു. അത്രയും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം ഒന്ന് പറയാൻ ശ്രദ്ധിക്കുക. ഏക് ദിൻ സൂര്യ തേസീസെ ചമക് രഹാ ഥ, ഒരു ദിവസം സൂര്യൻ ഭയങ്കരമായിട്ട് പ്രകാശിക്കുകയായിരുന്നു. ചുൻചുൻ ചിടിയ ചുന്നു ഗിൽഹരി സെ ബോലി, ചുൻചുൻ എന്ന പക്ഷി ചുന്നു എന്ന അണ്ണാനോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് നോക്കിയേ. ചലോ ആജ് ഹം കഹിം ഘൂംനെ ചൽത്തെ ഹേ, നടക്ക്, നമുക്കെവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. യഹ് സുൻകർ, ഇത് കേട്ടിട്ട് ചുന്നു ഗിൽഹരി, ചുന്നു എന്ന അണ്ണാന് ബഹുത് ഖുഷ് ഹുയി, ഭയങ്കര സന്തോഷമായി. കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. ദോനോ സഹേലിയാം, രണ്ട് സഹോദരിമാരും ഭ്രമൺ കർണേ നിക്കൽ ഗൈ, രണ്ട് സഹോദരിമാരും ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി, ഭ്രമൺ കർണ മൂവ് അറൗണ്ട് അല്ലേ, ഭ്രമൺ കർണേ അതായത് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് രണ്ടുപേരൂടെ പുറപ്പെട്ടു. രാസ്തേമേം, വഴിയിൽ, രാസ്തേമേം ചുന്നു ഗിൽഹരി കഫി ട്രക്ക് പർ ചഡ് ജാതി തോ കഫി ട്രം പർ. ചുന്നു എന്ന ഈ അണ്ണാങ്കുഞ്ഞ് ചിലപ്പം ട്രക്കിൻ്റെ പുറത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പം ട്രമ്മിൻ്റെ പുറത്തിരിക്കും. അങ്ങനെ ഇങ്ങനെ ചാടി ഇങ്ങനെ സന്തോഷം കൊണ്ട് അണ്ണാൻ ഇങ്ങനെ ചാടി നടന്നു. ഉസ് ബഹുത് മസാ രഹാ ഥ, അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവനിങ്ങനെ സന്തോഷിച്ച് അവിടെയും ചാടി ട്രക്കിലും ട്രമ്മിലും ഒക്കെ ചാടി ഇങ്ങനെ നടന്നു. അണ്ണാങ്കുഞ്ഞ് ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു. ചുൻചുൻ ചിടിയ ഫി ബാഗ് മേ ഇധർ ഉധർ ഉട്കർ പ്രസന്ന ഹോ രഹി ഥി. ചുൻചുൻ എന്ന പക്ഷിയും സന്തോഷം കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നല്ല സന്തോഷവതിയായിട്ട് ഇങ്ങനെ പറന്ന് നടന്നു. അചാനക് അചാനക് അപ്രതീക്ഷിതമായിട്ട് ഉസേ കിസിക്ക് കരാഹനേക്ക് ആവാസ് സുനായി ദി, ആരുടെയോ നിലവിളിക്കുന്ന ഒരു കരയുന്ന ശബ്ദം, നിലവിളിച്ചുകൊണ്ട് കരയുന്ന ഒരു ശബ്ദം ഇവിടെ നിന്നോ കേൾക്കാൻ സാധിച്ചു. ആരാ കരയുന്നത് നമുക്ക് നോക്കാം അല്ലേ. നെക്സ്റ്റ് പാരഗ്രാഫ്. തഫി ഉസ്നെ देखा कि एक हाथी जमीन पर पड़ा दर्द से कराह रहा है. वह हाथी के पास गई और बोली, हाथी दादा आपको क्या तकलीफ है? हाथी धीरे से बोला, बहन मेरे पाँव में छोटे छोटे कांटे चुभ गए हैं, मुझे बहुत तेज दर्द हो रहा है. चुनचुन चिड़िया बोली, आज आप चिंता मत करो, मैं अभी अपनी अन्य सहेलियों को भी बुला लेती हूँ, हम सब मिलकर आपके सारे कांटे निकाल देंगे. നോക്കിയേ എന്താ അതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്.
തഫി ഉസ്നെ ദേഖാക്കി, അപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചു. എന്താണ് ദേഖാക്കി? ഏക് ഹാത്തി, ഒരു ആന, ഏക് ഹാത്തി സെമീൻ പർ പട, തറയിൽ കിടന്ന്, സെമീൻ പർ പട, ദർദ് സേ കരാഹ് രഹാ ഹെ, ദർദ് സേ കരാഹ് രഹാ ഹെ, അതായത് വേദന കൊണ്ട് നിലവിളിക്കുന്നു. ദർദ് സേ കരാഹ് രഹാ ഹെ. വഹ ഹാത്തി കെ പാസ് ഗയി ഔർ ബോലി, വഹ ഹാത്തി കെ പാസ് ഗയി ഔർ ബോലി, എന്താണ്, അവൾ ഹാത്തി കെ പാസ് ഗയി, ആനയുടെ അടുത്ത് പോയിട്ട്, ഔർ ബോലി പറഞ്ഞു, ഹാത്തി ദാദാ, ഹാത്തി അപ്പൂപ്പ, ആപ്കോ ക്യാ തക്ലീഫ് ഹേ, താങ്കൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, താങ്കളുടെ തക്ലീഫ് എന്താണ്, താങ്കളുടെ ബുദ്ധിമുട്ട് എന്താണ്, തക്ലീഫ്, താങ്കളുടെ വേദന എന്താണ്, തക്ലീഫ്, പെയിൻ, തക്ലീഫ്, 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 തക്ലീഫ് പെയിൻ, തക്ലീഫ് പെയിൻ, തക്ലീഫ് പെയിൻ, അതായത് വേദന, താങ്കളുടെ വേദന എന്താണ്, താങ്കളുടെ ബുദ്ധിമുട്ട് എന്താണ്. ആപ്കോ ക്യാ തക്ലീഫ് ഹേ, ഹാത്തി ധീരെ സെ ബോല, അപ്പം ആന വളരെ ധീരസെ, വളരെ സാവധാനത്തിൽ പറഞ്ഞു, ധീരസെ ബോല, ബഹൻ, സഹോദരി, മേരെ പാവുമേം, എൻ്റെ കാലുകളിൽ, പാവുമേം ചോട്ടെ ചോട്ടെ കാണ്ടെ ചുഫ് ഗേ ഹേ, ചോട്ടെ ചോട്ടെ, ചെറിയ ചെറിയ, കാണ്ടെ, കാണ്ട ക്യാ ഹേ, കാണ്ട തോൺ, മുള്ള്, കാണ്ടെ ചുഫ് ഗേ ഹേ, തറച്ചിരിക്കുന്നു, എൻ്റെ കാലുകളിൽ ചെറിയ ചെറിയ മുള്ളുകൾ തറച്ചിരിക്കുന്നു. ചുഫ് ഗേ ഹേ, നമുക്കറിയാമല്ലേ, കാലിൽ മുള്ളു കൊണ്ട് കഴിയുമ്പോൾ വേദനിക്കും അല്ലേ, അപ്പോൾ ആനയുടെ കാലിൽ ചെറിയ ചെറിയ മുള്ളുകൾ തറച്ചിരിക്കുന്നുവെന്ന് ആ ആന പറഞ്ഞു. മുझे बहुत തേസ് ദർദ് ഹോ രഹാ ഹെ, എനിക്ക് ഭയങ്കരമായിട്ട് ദർദ് ക്യാ ഹെ, ദർദ് എന്താണ്, വേദനയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വേദന, ഇപ്പോൾ വേദനിക്കുകയാണ് എൻ്റെ കാലെന്ന് ആന പറഞ്ഞു. ചുൻ ചുൻ ചിടിയാ ബോലി, ചുൻ ചുൻ എന്ന പക്ഷി പറഞ്ഞു, ആപ് ചിന്താമത് കരോ, താങ്കൾ ചിന്താമത് കരോ, വിഷമിക്കേണ്ട, ചിന്താമത് കരോ, ചിന്താമത് കരോ, ചിന്ത, വറി, ചിന്ത, വറി, ചിന്ത, ചിന്ത, ചിന്ത എന്ന് പറഞ്ഞാൽ വറി, വറി എന്താണ്, വറി, വിഷമം, താങ്കൾ വിഷമിക്കേണ്ട, താങ്കൾ വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട, താങ്കൾ ദുഃഖിക്കേണ്ട. ആപ് ചിന്താ മത് കരോ, മീം അഫി, മീം കണ്ടോ, രണ്ട് വരെയും കുത്തുവാണ്, മീം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥമാണ്. മീം അഫി, അഫി മീൻസ് ഇപ്പോൾ, അപ്പനി അന്യ സഹേലിയോങ്കോ, അപ്പനി എൻ്റെ, അന്യ സഹേലിയോങ്കോ, അന്യെന്ന് വെച്ചാൽ വേറെ, സഹേലിയോങ്കോ കൂട്ടുകാരികളെ, സഹേലിയോങ്കോ ഫി ബുലാ ലേത്തി ഹും, എൻ്റെ കൂട്ടുകാരികളുണ്ട്, ആ കൂട്ടുകാരികളെയും കൂടെ, എൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ ഞാൻ വിളിച്ചോണ്ട് വരാം, എൻ്റെ വേറെ ഫ്രണ്ട്സിനെയും കൂടെ ഞാൻ വിളിച്ചോണ്ട് വരാം, എൻ്റെ കൂട്ടുകാരികളെയും കൂടെ വിളിച്ചോണ്ട് വരാം. ഹം സബ് മിൽക്കർ, നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന്, മിൽക്കർ ആപ്കെ സാരെ, താങ്കളുടെ, ആപ്കെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ, സാരെ എന്ന് വെച്ചാൽ എല്ലാ, കാണ്ടെ എന്താണ്, മുള്ള, കാണ്ടെ നിക്കാൽ ദേങ്കെ, പുറത്തെടുത്ത് തരാം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞേ, അന്യ സഹേലി അഫി അപ്പനി അന്യ സഹേലിയോ കോഫി ബുലാലെത്തിയും, ഇപ്പോൾ തന്നെ എൻ്റെ മറ്റ് കൂട്ടുകാരികളെയും കൂടെ ഞാൻ വിളിക്കാം. ഹം സബ് മിൽക്കർ, ഞങ്ങളെല്ലാവരോടെ ചേർന്ന്, ആപ്കെ താങ്കളുടെ, സാരേ കാണ്ടെ എല്ലാ മുള്ളുകളും, നിക്കാൽ ദേങ്കി പുറത്തെടുത്ത് കളയാം, ഞങ്ങൾ ഈ മുള്ളെല്ലാം പുറത്തെടുത്ത് കളയാം. അതിൻ്റെ മീനിങ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. തഫി ഉസ്നെ ദേഖാക്കി, അപ്പോൾ എന്താ കാണാൻ സാധിച്ചത്, ഉസ്നെ ദേഖാക്കി, അവർ കണ്ടു, കി ഏക് ഹാത്തി, ഒരു ആന, ഏക് ഹാത്തി സെമീൻ പർ പട, സെമീൻ എന്താണ്, സെമീൻ തറയാണ് അല്ലേ, സെമീൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. സെമീൻ എന്താണ്, എർത്ത്, ഭൂമിയിൽ പട എന്ന് വെച്ചാൽ ഇങ്ങനെ തറയിൽ കിടക്കുകയാണ്, പട, ദർദ് സെ വേദന കൊണ്ട്, ദർദ് സെ കരാഹ് രഹാഹെ, കരാഹിനെ കരയുക, ഇങ്ങനെ തറയിൽ കിടന്നുകൊണ്ട്, ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആന കരയുന്നു. വഹ ഹാത്തി കെ പാസ് ഗയി ഔർ ബോലി, അവൾ ആനയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഹാത്തി ദാദാ, ആനയപ്പൂപ്പ, ആപ്കോ ക്യാ തക്ലീഫ് ഹേ, താങ്കൾക്ക് എന്താണ് തക്ലീഫ് എന്താണ്, നമ്മൾ പഠിച്ചല്ലേ, തക്ലീഫ് പെയിൻ, എന്താണ് വേദന, താങ്കളുടെ വേദന എന്താണ്.
ഹാത്തി ധീരെ സെ ബോല, ആന വളരെ സാവധാനം പറഞ്ഞു. ബഹൻ സഹോദരി, മേരെ പാവമേ, എൻ്റെ കാലുകളിൽ, പാവ് എന്താണ് കാല്, ലെഗ്, കാലുകളിൽ ഛോട്ടെ ഛോട്ടെ കാണ്ടെ, ചെറിയ ചെറിയ മുള്ളുകൾ, കാണ്ടെ ചുഫ് ഗേ ഹേ, തറച്ചിരിക്കുകയാണ്. മുझे ബഹുത് തേസ് ദർദ് ഹോ രഹാ ഹൈ, എനിക്ക് ഭയങ്കരമായിട്ട് കാല് വേദനിക്കുന്നു. ചുൻചുൻ ചിടിയ ബോലി, ചുൻചുൻ എന്ന പക്ഷി പറഞ്ഞു. ആപ് ചിന്താമത് കരോ, താങ്കൾ വിഷമിക്കേണ്ട. ചിന്താമത് കരോ മേം അഫി, ഞാനിപ്പോൾ ആപ്കി അപ്പനി അന്യ സഹേലിയോ കോഫി ബുലാ ലേത്തി ഹും, ഞാൻ എൻ്റെ വേറെ കൂട്ടുകാരികളെയും കൂടെ വിളിക്കാം. ഹം സബ് മിൽക്കർ, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന്, ഹം സബ് മിൽക്കർ ആപ്കെ, താങ്കളുടെ സാരെ കാണ്ടെ, എല്ലാ മുള്ളുകളും നിക്കാൽ ദേങ്ക, ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, കൂട്ടുകാരികളും ഞാനും എല്ലാവരും കൂടെ ചേർന്ന് താങ്കളുടെ കാലിലെ മുള്ളിപ്പം തന്നെ എടുത്ത് കളയാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക്, അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. ബസ് ഫിർ ക്യാ ഥാ, ബസ് ഫിർ ക്യാ ഥാ, चुन चुन चिड़िया जल्दी से दूसरी चिड़ियों को भी बुला लाई. फिर चुन चुन और सफ़ी चिड़ियों ने मिलकर अपनी चोंच से हाथी के सारे कांटे निकाल दिए. अब हाथी का दर्द छूमंतर हो गया. उसने सफ़ी को धन्यवाद कहा. फिर हाथी ने चुन्नू गिलहरी और चुन चुन चिड़िया को अपनी पीठ पर बिठा लिया. अब सफ़ी बहुत खुश थे. നോക്കിയേ, इसका अर्थ देखिए. ബസ് ഫിർ ക്യാ ഥാ, ബസ്, ബസ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അർത്ഥം അല്ലേ. ബസ് ഫിർ ക്യാ ഥാ, പിന്നെ എന്താണ് സംഭവിച്ചത്, ഫിർ ക്യാ ഥാ, എന്താ സംഭവിച്ചത്. ചുൻ ചുൻ ചിടിയ ജൽദി സെ ദൂസരി ചിടിയോ കോഫി ബുലാലായി. ചുൻ ചുൻ ചിടിയ, ചുൻ ചുൻ എന്ന പേരായ ആ പക്ഷി ജൽദി സെ, ജൽദി സെ എന്ന് വെച്ചാൽ പെട്ടെന്ന്, ദൂസരി ചിടിയോങ്കോ, മറ്റ് പക്ഷികളെയും കൂടി, ചിടിയോങ്കോഫി ബുലാലായി, ബുലാലായി വിളിച്ചുകൊണ്ട് വന്നു. ഈ ചുൻചുൻ എന്ന പക്ഷി മറ്റു പക്ഷികളെ കൂടി വിളിച്ചുകൊണ്ട് വന്നു. ഫിർ ചുൻചുൻ ഔർ സഫി ചിടിയോനെ, ഫിർ അതിനുശേഷം ചുൻചുൻ ഔർ സഫി ചിടിയോനെ, ചുൻചുൻ പക്ഷിയും ചുൻചുൻ ഔർ സഫി ചിടിയോനെ, എല്ലാ പക്ഷികളോട് ചേർന്ന്, മിൽക്കർ ചേർന്ന്, അപ്പിനി ചോഞ്ച് സേ, അവരവരുടെ ചോഞ്ച്, ചോഞ്ചിക്കായ ചുണ്ട്, ചുണ്ടുകൊണ്ട്, ഹാത്തിക്ക് സാരെ കാണ്ടെ, ആനയുടെ എല്ലാ കാണ്ടെ, കാണ്ട എന്താണ്, മുള്ളുകളും, നിക്കാൽദിയെ പുറത്തെടുത്തു. എന്ത് ചെയ്തു, ഈ ചുൻചുൻ എന്ന പക്ഷി അതിൻ്റെ ബാക്കി സുഹൃത്തുക്കളായ പക്ഷികളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവരുടെ എന്താണ് അതിൻ്റെ ചുണ്ടുകൊണ്ട്, അതിൻ്റെ പക്ഷിയുടെ ഈ എന്താണ് ചുണ്ടുകൊണ്ട് ഈ മുള്ളുകളെല്ലാം എടുത്തു. അബ് ഹാത്തി കാ ദർദ് ഛൂ മന്ദർ ഹോ ഗയ. അബ് മീൻസ് ഇപ്പോൾ ഹാത്തി കാ ദർദ്, ആനയുടെ വേദന, ഛൂമന്ദർ ഹോ ഗയ. ഛൂമന്ദർ എന്താണ്, ഛൂമന്ദർ എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ, അതായത് ആ വേദന ഇല്ലാതായി, അപ്രത്യക്ഷമായി, ആ വേദന അപ്രത്യക്ഷമായി. ചുൻമുൻ ചിടിയ. जंगल में एक घना पेड़ था. उस पर एक चिड़िया घोंसला बनाकर रहती थी. उसका नाम चुनमुन था. उसकी दोस्ती चुन्नू गिलहरी से थी. दोनों खूब मजे में थी. एक दिन सूर्य तेजी से चमक रहा था. चुनमुन चिड़िया चुन्नू गिलहरी से बोली, चलो आज हम कहीं घूमने चलते हैं. यह सुनकर चुन्नू गिलहरी बहुत खुश हुई. दोनों सहेलियां भ्रमण करने निकल गई. रास्ते में चुन्नू गिलहरी कभी ट्रक पर चढ़ जाती तो कभी ट्रम पर. उसे बहुत मजा आ रहा था. चुनमुन चिड़िया भी बाग में इधर उधर उठकर प्रसन्न हो रही थी. अचानक उसे किसी के कराहने की आवाज सुनाई दी. तभी उसने देखा कि एक हाथी जमीन पर पड़ा दर्द से कराह रहा है. वह हाथी के पास गई और बोली, हाथी दादा, आपको क्या तकलीफ है. हाथी धीरे से बोला, बहन, मेरे पाँव में छोटे छोटे कांटे चुभ गए हैं. मुझे बहुत तेज दर्द हो रहा है. चुनमुन चिड़िया बोली, आप चिंता मत करो. मैं अभी अपनी अन्य सहेलियों को भी बुला लेती हूँ. हम सब मिलकर आपके सारे कांटे निकाल देंगे. बस फिर क्या था. चुनमुन चिड़िया जल्दी से दूसरी चिड़ियों को भी बुला लाई.
फिर चुनमुन और सफ़ी चिड़ियों ने मिलकर अपनी चोंच से हाथी के सारे कांटे निकाल दिए। अब हाथी का दर्द छूमंतर हो गया। उसने सफ़ी को धन्यवाद कहा। फिर हाथी ने चुन्नू गिलहरी और चुनमुन चिड़िया को अपने पेट पर बिठा लिया। अब सफ़ी बहुत खुश थे। अब हाथी का दर्द छूमंतर हो गया। अब मीन्स ഇപ്പോൾ ഹാത്തിക ദർദ്. ഹാത്തി ക്യാ ഹെ? ഹാത്തി എലിഫന്റ്, ആന. ആനയുടെ ദർദ്. ദർദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന. അബ് ഹാത്തി കാ ദർദ്, ഇപ്പോൾ ആനയുടെ വേദന ഛൂമന്തർ ഹോ ഗയാ. ഛൂമന്തർ മീൻസ് ഡിസപ്പിയർ, ഗായബ്. അതായത് ഇപ്പം ഇല്ല. ഡിസപ്പിയർ എന്ന് വെച്ചാൽ അപ്രത്യക്ഷമായി. ഛൂമന്തർ, ഛൂമന്തർ, ഛൂമന്തർ ഗായബ്, ഡിസപ്പിയർ. छूमंतर, छूमंतर, छूमंतर. छूमंतर മീൻസ് അപ്രത്യക്ഷമാകുക എന്നാണ്. ഡിസപ്പിയർ, ഡിസപ്പിയർ, അപ്രത്യക്ഷമാവുക, ഗായബ്. അതായത് ഇപ്പം ആനയുടെ വേദന അപ്രത്യക്ഷമായി, അതായത് വേദന മാറി. ഉസ്നെ സഫി കോ ധന്യവാദ് കഹ. ഉസ്നെ അതായത് ആനയുടെ കാലിൽ മുള്ളിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കാലിൽ മുള്ളിരിക്കുവാണെങ്കിൽ വേദന അല്ലേ, കൂടുതലായിട്ട് വേദന അനുഭവപ്പെടും. അപ്പോൾ മുള്ളെടുത്ത് കളഞ്ഞ് കഴിയുമ്പം ആ വേദന അങ്ങ് മാറും. അങ്ങനെ ആനയുടെ വേദനയൊക്കെ മാറി. ഉസ്നെ സഫീക്കോ, അവൻ എല്ലാവരോടും, സഫീക്കോ എല്ലാവരോടും, സഫീക്കോ ധന്യവാദ് കഹ. ധന്യവാദ് എന്താണ്? താങ്ക്സ്. എല്ലാവരോടും നന്ദി പറഞ്ഞു, താങ്ക്സ് പറഞ്ഞു. കാരണം അവരെല്ലാവരോടും ചേർന്നല്ലേ കാലിലെ മുള്ളെടുത്ത് കളഞ്ഞത്. അപ്പോൾ അവരോട് എല്ലാവരോടുമായിട്ട് നന്ദി പറഞ്ഞു, താങ്ക്സ് പറഞ്ഞു, ധന്യവാദ്. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമുക്ക് ആരെങ്കിലും നമുക്കെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നമ്മൾ അവരോട് താങ്ക്സ് പറയണം, എപ്പോഴും താങ്ക്സ് പറയണം. ഉസ്നെ സഫീക്കോ ധന്യവാദ്. ധന്യവാദ്, താങ്ക്, ശുക്രിയ, ധന്യവാദ്. ധന്യവാദ്. ധന്യവാദ് എന്ന് പറഞ്ഞാൽ താങ്ക്, THANK, താങ്ക്, നന്ദി പറയണം. നമ്മൾ നന്ദി പറയാൻ മറക്കരുത്. फिर हाथी ने चुन्नू गिलहरी और चुनचुन चिड़िया को अपनी पीठ पर बिठा लिया. फिर അതിനുശേഷം ഹാത്തിനെ ചുന്നു ഗിൽഹരി, ചുന്നു എന്ന അണ്ണാനെയും, ഗിൽഹരി ഔർ ചുൻചുൻ ചിടിയ, ചുൻചുൻ എന്ന ആ പക്ഷിയെയും, ചിടിയാക്കോ അപ്പനി പീഠ് പർ, അപ്പനി എന്ന് വെച്ചാൽ സ്വന്തം, പീഠ് പർ, പീഠ് എന്നാണ് പുറത്ത്, പീഠ് പർ ബിഠാലിയ, ഇരുത്തി. ഫിർ ഒന്നുകൂടെ പറയാം. ഫിർ ഹാത്തീനെ, അതിനുശേഷം ആന ചുന്നു എന്ന ഗിൽഹരിയെയും ചുൻചുൻ എന്ന പക്ഷിയെയും തൻ്റെ പുറത്ത് ഇരുത്തി. ആരാ പുറത്തിരുത്തിയത്? ഹാത്തി, ആന. पर बिठा लिया. अब सफ़ी बहुत खुश थे. अब മീൻസ് ഇപ്പോൾ, നൗ. अब സഫി എല്ലാവരും, സഫി ബഹുത് ഖുഷ് ഥേ, ഭയങ്കരമായിട്ട് ഖുഷ് ഥേ. ഖുഷ് എന്താണ്? സന്തോഷം. എല്ലാവരും വളരെ സന്തോഷം, എല്ലാവർക്കും വളരെ സന്തോഷമായി. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്തായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറാണ് പഠിക്കുന്നത്. അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നോക്കിയേ, നീച്ചെ ദിയെ പ്രശ്നമൊക്കെ ഉത്തർ ദോ. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിടിയാക്ക ക്യാ നാം ഥാ. ചിടിയയുടെ പേരെന്തായിരുന്നു? പക്ഷിയുടെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ പക്ഷിയുടെ പേരെന്തായിരുന്നെന്ന്? പറഞ്ഞേ, പക്ഷിയുടെ പേരെന്തായിരുന്നു? ഓർത്തൊന്ന് പറഞ്ഞേ. എന്തായിരുന്നു? ചുൻചുൻ, ചുൻചുൻ, ചുൻചുൻ. ചിടിയാക്ക നാം ചുൻചുൻ ഥാ. ചോദ്യം ഇങ്ങനെയല്ലേ, ചിടിയാക്ക നാം ക്യാ ഥാ, പക്ഷിയുടെ പേരെന്തായിരുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പം ചിടിയാക്ക നാം ചുൻചുൻ ഥാ, ചുൻചുൻ എന്നായിരുന്നു. ചുൻചുൻ, എൻ്റെ കൂടെ പറഞ്ഞേ. ചിടിയാക്ക നാം ചുൻചുൻ ഥാ. ചിടിയയുടെ പേര് ചുൻചുൻ എന്നായിരുന്നു, പക്ഷിയുടെ പേര് ചുൻചുൻ എന്നായിരുന്നു. പേര് മറക്കരുത്, ചുൻചുൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിടിയ കി ദോസ്തി കിസ്സെ ഹോ ഗയി. ചിടിയ കി ദോസ്തി, ആ പക്ഷിയുടെ സൗഹൃദം. ദോസ്തി എന്ന് വെച്ചാൽ എന്താണ്? സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്. ദോസ്തി കിസ്സെ ഹോ ഗയി ഥി, ആരുമായിട്ടായിരുന്നു ദോസ്തി, ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടായിരുന്നു? ഓർമ്മയുണ്ടോ? ആ പക്ഷിയുടെ ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടായിരുന്നു?
ആരുമായിട്ടായിരുന്നു? ചുന്നു ഗിൽഹരി അല്ലേ, ചുന്നു എന്ന നമ്മുടെ അണ്ണാനുമായിട്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ്. അപ്പം എങ്ങനെ ആൻസർ എഴുതുന്നത്? ചിടിയാക്കി ദോസ്തി, ചിടിയാക്കി ദോസ്തി ചുന്നു ഗിൽഹരി സെ ഹോ ഗയി. ചിടിയാ കി ദോസ്തി ചുന്നു ഗിൽഹരി സെ, ചുന്നു ഗിൽഹരിയാണ് ആൻസർ. ചുന്നു ഗിൽഹരി, ചുന്നു എന്ന അണ്ണാൻ, ചുന്നു ഗിൽഹരി സെ ഹോ ഗയി. അണ്ണാനുമായിട്ടായിരുന്നു ആ പക്ഷിയുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാത്തിക്ക് പയർമേം ക്യാ ചുഫ്കെ, ആനയുടെ കാലുകളിൽ, ഹാത്തിക്ക് പയർ എന്താണ്? കാല്, ലെഗ്. പയർമേം ക്യാ ചുഫ്കെ ഥേ, ആനയുടെ കാലുകളിൽ എന്താണ് തറച്ചത്? ആനയുടെ കാലുകളിൽ എന്താണ് തറച്ചത്? എന്തായിരുന്നു ആനയുടെ കാലിൽ തറച്ചത്? എന്തായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? മുള്ളുകളാണ് അല്ലേ. മുള്ളിന് എന്താ ഹിന്ദി പറയുന്നത്? കാണ്ട. അപ്പം മുള്ളുകൾ എന്ന് പറയുമ്പം കാണ്ടേ എന്ന് പറയും. ഹാത്തിക്ക് പയർമേം, അത്രയും വരെ ക്വസ്റ്റ്യൻ ആണ്. ആനയുടെ കാലുകളിൽ, പയർമേം, ആനയുടെ കാലുകളിൽ, പയർമേം കാണ്ടേ ചുഫ് ഗയേ ഥേ, അതായത് മുള്ളുകളാണ് തറച്ചത്. ആനയുടെ കാലുകളിൽ മുള്ളുകളാണ് തറച്ചത്. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ പറയാം, അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഹാത്തിക്ക് പയർമേം, ആനയുടെ കാലുകളിൽ, ക്യാ ചുഫ് ഗയേ ഥേ, എന്താണ് തറച്ചത്? ആനയുടെ കാലുകളിൽ എന്താണ് തറച്ചത്? ആൻസർ എഴുതുമ്പം ഹാത്തിക്ക് പയർമേം, അത്രയും വരെ ക്വസ്റ്റ്യൻ അല്ലേ. ആനയുടെ കാലുകളിൽ, പയർമേം എന്തായിരുന്നു? കാണ്ടേ. കാണ്ട എന്ന് പറഞ്ഞാൽ ഒരു മുള്ളിനാണ്. കാണ്ടേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ. അപ്പം കാണ്ടേ, മുള്ളുകളാണ്. കാണ്ടേ ചുഫ് ഗയേ ഥേ, തറച്ചായിരുന്നു. ആനയുടെ കാലിൽ മുള്ളുകളാണ് തറച്ചത്. ഓക്കെ, നെക്സ്റ്റ് ലിഖിത് നോക്കിയേ, എഴുതാനുള്ളതാണ്. നോക്കിയേ. ചിടിയാനെ ഗിൽഹരി സെ ക്യാ കഹാ, പക്ഷി അണ്ണാനോട് ക്യാ കഹ, എന്താണ് പറഞ്ഞത്? പക്ഷി അണ്ണാനോട് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത്? എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ചിടിയാനെ ഗിൽഹരി സെ കഹ कि आज हम कहीं घूमने चलते हैं. നോക്കിയേ. ചിടിയാനെ ഗിൽഹരി സെ കഹ, പക്ഷി അണ്ണാനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗിൽഹരി സെ കഹാക്കി, എന്താ പറഞ്ഞത്? ആജ് ഹം, ഇന്ന് നമ്മൾ, ആജ് ഹം കഹീം, എവിടെങ്കിലും, കഹീം ഘൂംനെ ചൽത്തേ ഹേ, ഘൂംനെ എന്താണ്? മൂവ് അറൗണ്ട് അല്ലയോ, ചുറ്റിക്കറങ്ങാം. ഘൂംനെ ചൽത്തേ ഹേ, നമുക്ക് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോകാം, നമുക്ക് ചുമ്മാ കറങ്ങാൻ എവിടെയെങ്കിലും പോകാം എന്നാണ് പക്ഷി അണ്ണാനോട് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. ചിടിയാനെ ഗിൽഹരി സെ ക്യാ കഹ, ചിടിയ അതായത് പക്ഷി അണ്ണാനോട് എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ആൻസർ എഴുതുമ്പം ചിടിയാനെ ഗിൽഹരി സെ കഹ, പക്ഷി അണ്ണാനോട് പറഞ്ഞു. ഗിൽഹരി സെ കഹാക്കി, പറഞ്ഞു. കി ആജ് ഹം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ, ആജ് ഹം കഹീം എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും, കഹീം ഘൂംനെ ചൽത്തേ ഹേ, ഘൂംന എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിക്കറങ്ങുക, എവിടെങ്കിലും ചുറ്റിക്കറങ്ങാൻ വേണ്ടി ചൽത്തേ ഹേ, പോകാം എന്നാണ് പറഞ്ഞത്. ഇന്ന് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ വേണ്ടി, നമുക്കിന്ന് ചുറ്റിക്കറങ്ങാൻ എവിടെയെങ്കിലും പോകാം എന്നാണ് പക്ഷി അണ്ണാനോട് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദർദ് സെ കോൺ കരാ രഹാ ഥാ, നിങ്ങൾ തന്നെ പറഞ്ഞേ, വേദന കൊണ്ട് ആരാ നിലവിളിച്ചത്? ആരായിരുന്നു വേദന കൊണ്ട് കരഞ്ഞത്? ആരായിരുന്നു? ആനയായിരുന്നു അല്ലേ. ആനയ്ക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഹാത്തി. അപ്പം ആൻസർ എഴുതുമ്പം ഹാത്തി ദർദ് സെ കരാഹ് രഹാ ഥാ, ഹാത്തി ദർദ് സെ കരാഹ് രഹാ ഥാ, ഹാത്തി ദർദ് സെ കരാഹ് രഹാ ഥാ. ആൻസർ ഹാത്തി, ആനയാണ് വേദന കൊണ്ട് നിലവിളിച്ചത്, കരഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാത്തി കാ ദർദ് കൈസെ ഛൂ മന്ദർ ഹോ ഗയാ. ഹാത്തി കാ ദർദ്, ആനയുടെ വേദന, ദർദ് കൈസെ എങ്ങനെയാണ്, ഛൂ മന്ദർ ഹോ ഗയ ഡിസപ്പിയർ ആയി, എങ്ങനെയാണ് ആനയുടെ വേദന മാറിയത്? എങ്ങനെയായിരുന്നു ആനയുടെ വേദന മാറിയ? ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ?
എന്താണ് സഫി ചിടിയോനെ എല്ലാ പക്ഷികളും, ചിടിയോനെ എല്ലാ പക്ഷികളും, മിൽക്കർ എല്ലാവരോടെ ചേർന്ന്, എല്ലാ പക്ഷികളോടെ ചേർന്ന്, അപ്പനി ചോഞ്ചസെ അവരവരുടെ ചുണ്ടുകൊണ്ട്, അവരവരുടെ എന്താണ് ചുണ്ടുകൊണ്ട്, ചോഞ്ചസെ ഹാത്തിക്കെ ആനയുടെ, സാരെ എല്ലാ, കാണ്ടെ എന്താണ് മുള്ളുകൾ, നിക്കാൽ എന്താണ് പുറത്തെടുക്കുക, എല്ലാ പക്ഷികളോട് ചേർന്ന് അവരുടെ ചുണ്ടുകൊണ്ട്, അവരവരുടെ ചുണ്ടുകൊണ്ട് ആനയുടെ മുള്ളുകൾ പുറത്തെടുത്തു. ഗാൽദി ജിസസെ അതുപയോഗിച്ച് ജിസസെ അതിലൂടെ ഹാത്തിക ദർദ് അങ്ങനെ ആനയുടെ ദർദ് എന്താണ് വേദന, ഛൂമന്ദർ ഹോഗയാ, ഛൂമന്ദർ എന്ന് വെച്ചാൽ ഡിസപ്പിയറായി, ഗായബ് എന്താണ് ഗായബ് എന്ന് പറഞ്ഞാൽ അത് അപ്രത്യക്ഷമായി, അങ്ങനെ ആനയുടെ വേദന മാറി. ഓക്കെ, ഒന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. അത് ഹാത്തിക ദർദ് ആനയുടെ വേദന, കൈസെ എങ്ങനെയാണ്, ഛൂമന്ദർ ഹോഗയ എങ്ങനെയാണ് ആനയുടെ വേദന അപ്രത്യക്ഷമായത്. ആനയുടെ വേദന എങ്ങനെ അപ്രത്യക്ഷമായതെന്ന് പറയാമോ? ആനയുടെ വേദന എങ്ങനെയാ മാറിയെന്ന് അറിയാമോ? എങ്ങനെയായിരുന്നു? ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. സഫി ചിടിയോനെ എല്ലാ പക്ഷികളോട് ചേർന്ന്, സഫി ചിടിയോനെ മിൽക്കർ എന്ന് വെച്ചാൽ എല്ലാവരോട് ചേർന്ന്, മിൽക്കർ അപ്പിനി ചോഞ്ചസെ അവരവരുടെ ചുണ്ടുകൊണ്ട്, അവരവരുടെ ചോഞ്ചസെ ഹാത്തിക്കെ ആനയുടെ, സാരെ കാണ്ടെ എല്ലാ മുള്ളുകളും, കാണ്ടെ നിക്കാൽഡിയെ പുറത്തെടുത്തു, ജിസസെ അതിലൂടെ, ഹാത്തിക ദർദ് ആനയുടെ വേദന, ഛൂമന്ദർ ഹോഗയ ഡിസപ്പിയറായി, അതായത് ആനയുടെ വേദന മാറി. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഹാത്തിക ദർദ് കൈസെ ഛൂമന്ദർ ഹോഗയ ആനയുടെ വേദന എങ്ങനെയാണ് അപ്രത്യക്ഷമായത്? സഫി ചിടിയോനെ എല്ലാ പക്ഷികളും മിൽക്കർ ചേർന്ന്, എല്ലാ പക്ഷികളോടെ ചേർന്ന്, അപ്പിനി ചോഞ്ചസെ അവരവരുടെ എന്താണ് ചുണ്ടുകൊണ്ട്, ചോഞ്ചസെ ഹാത്തിക്കെ ആനയുടെ, സാരെ കാണ്ടെ എല്ലാ മുള്ളുകളും, നിക്കാൽഡിയെ പുറത്തെടുത്തു, അവരവരുടെ ചുണ്ടുകൊണ്ട് ആനയുടെ മുള്ള എല്ലാവരോട് ചേർന്ന്, ആനയുടെ കാലിലെ മുള്ളുകളെ എല്ലാ പക്ഷികളോട് ചേർന്ന് ആ മുള്ള പുറത്തെടുത്തു. ജിസസെ അതിലൂടെ, ഹാത്തിക ദർദ് ആനയുടെ വേദന, ഛൂമന്ദർ ഹോഗയ അപ്രത്യക്ഷമായി, അങ്ങനെ ആനയുടെ വേദന അപ്രത്യക്ഷമായി, അങ്ങനെ ആനയുടെ വേദന ഇല്ലാതെയായി മാറി. കാരണം മുള്ള പക്ഷികൾ എല്ലാവരോട് ചേർന്ന് അവരുടെ ചുണ്ട് ഉപയോഗിച്ച് ആ മുള്ളു പുറത്തെടുത്തു കഴിഞ്ഞപ്പം ആനയുടെ വേദന പൂർണ്ണമായിട്ടും മാറി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും നന്നായിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം. ഓക്കെ, സീ യു നെക്സ്റ്റ് വീക്ക്. താങ്ക് യു.